നല്ല ടേസ്റ്റി ആയിട്ട് ഒരു പ്രോൺസ് റൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഒന്ന് നോക്കിയാലോ. വളരെ ഈസിയാണ് കേട്ടോ, എളുപ്പം തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു പ്രോൺസ് റൈസ് ആണ്. അപ്പം പോകാം ഇന്നത്തെ വീഡിയോയിലേക്ക്. ഞാനിവിടെ ഒരു 700 ഗ്രാംസോളം പ്രോൺസ് എടുത്തിട്ടുണ്ട്. അത് ഷെല്ലെല്ലാം കളഞ്ഞുള്ള വെയിറ്റാണ് ഞാൻ പറയുന്നത്. ഇതിലോട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇത്രയും ചേർത്ത് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റിങ്ങിന് വെക്കണം. 1 മണിക്കൂറെങ്കിലും വെച്ചാൽ ഏറ്റവും നല്ലതാണ്. ഇതൊക്കെ ഞാൻ ഒരു 2 ടീസ്പൂണാണ് മുളക് പൊടി ചേർത്തേക്കുന്നത്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ നോർമൽ ചില്ലി പൗഡറുമാണ് ചേർത്തേക്കുന്നത് കേട്ടോ. ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഗരം മസാല 1/2 ടീസ്പൂൺ. അങ്ങനെ ഓരോന്നും, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. അങ്ങനെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു വലിയ ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത്, ഉപ്പും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ 1 മണിക്കൂറോളം റെസ്റ്റിങ്ങിന് വെച്ചു. എന്നിട്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പം വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് അടികട്ടിയുള്ള ഒരു പാനിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കണേ. റൈസും ഈ സെയിം പാനിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അന്നേരം ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലോട്ട് നമ്മൾ റെസ്റ്റിങ്ങിന് വെച്ചിരുന്ന പ്രോൺസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊന്ന്, അതിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും കേട്ടോ. ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അതിൽ നിന്ന് പ്രോൺസിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം കൊണ്ട് അതൊന്ന് വേകുകയും ചെയ്യും. പ്രോൺസിനൊക്കെ വളരെ വേവ് കുറവാണ്. ഒരു 10 മിനിറ്റ്സിനകത്തേ ഉള്ളൂ കുക്കിംഗ് ടൈം. ഒരു 2-3 മിനിറ്റ്സ് കഴിഞ്ഞ് ഒന്നുകൂടെ തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് കണ്ടോ, ആ പ്രോൺസിൽ നിന്നുള്ള വെള്ളം എല്ലാം നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യണം കേട്ടോ. ഒരുപാട് സിമ്മിലൊന്നും ഇട്ട് ചെയ്യണ്ട. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ. എന്താ വെച്ചാൽ ആ വെള്ളം എളുപ്പം വറ്റണമല്ലോ. ഒരുപാട് നേരം കിടന്ന് പ്രോൺസ് കുക്കായാലും ഒരു റബ്ബർ പോലെ ആയിപ്പോവും പ്രോൺസ്. അതിൻ്റെ ആ സോഫ്റ്റ്നെസ് അങ്ങ് മാറിപ്പോവും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കുക്ക് ചെയ്യുക. പിന്നെ ഒരു 2 മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുകൊണ്ടല്ലേ വെള്ളം എല്ലാം വറ്റി നന്നായിട്ട് ഡ്രൈ ആയി വരുന്നുണ്ട്. ഇനി തുറന്ന് വെച്ച് തന്നെ കുക്ക് ചെയ്താൽ മതി കേട്ടോ. ഒന്ന് ഫ്രൈ ആയി കിട്ടണം. അതാ നമ്മൾ പ്രോൺസ് റൈസിന് ചെയ്യുന്നതിന് മുമ്പ് ഈ പ്രോൺസ് ഒന്ന് ആ വെള്ളം എല്ലാം വറ്റി ഒന്ന് മസാലയൊക്കെ പിടിച്ച് നമ്മളൊന്ന് ഫ്രൈ ആക്കി എടുക്കത്തില്ല, ആ ഒരു പരുവത്തിലാക്കി എടുക്കണം. ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഒന്ന് ഇടയ്ക്ക് ഫ്ലെയിം അപ്പും ആക്കും, ഇടയ്ക്ക് മീഡിയം ആക്കി, അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ഒരു 2-3 മിനിറ്റ്സ്, ഒരു മൊത്തം ഒരു 10 മിനിറ്റ്സ് എടുക്കത്തില്ല കേട്ടോ ഇതൊന്ന് ഫ്രൈ ആയി ഇങ്ങനെ കുക്കായി വരാനായിട്ട്. ഈ സമയത്ത് പ്രോൺസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. എരിവ് കുറവാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ രണ്ടും 1/2 ടീസ്പൂൺ വെച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വറ്റി പ്രോൺസ് എല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, നമ്മൾ യൂഷ്വലി പ്രോൺസ് ഫ്രൈ ചെയ്തെടുക്കുന്ന ആ ഒരു പരുവത്തിലാണ് എടുത്തേക്കുന്നത്. ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്കതിൽ നിന്ന് പാനിൽ നിന്ന് കോരി മാറ്റാം. ഇനി അടുത്ത റൈസിൻ്റെ പ്രിപ്പറേഷനാണേ. പാനിലോട്ട് തന്നെ ഞാൻ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ പാനിലോട്ട് തന്നെയാണ് റൈസിൻ്റെ പ്രിപ്പറേഷൻ ചെയ്യുന്നത്. ഇനി ആ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഞാനൊരു 6-7 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഇതെല്ലാം കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് മൂപ്പിക്കാനായിട്ട് ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് അതിൻ്റെ ആ പച്ചമണം മാറുന്നല്ലോ, ഒത്തിരി ഫ്രൈ ആവണ്ട, അതൊന്ന് പച്ചമണം മാറുന്നതിന് വരെ ഒരു 2 മിനിറ്റ്സിൻ്റെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായ പച്ചമണം ഒന്ന് മാറുമ്പോഴത്തേക്ക് ഒരു 3 സവാള കട്ട് ചെയ്തത്, ഒരു മീഡിയം സൈസ് 3 സവാള കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ സവാള നന്നായിട്ട് വഴണ്ട് വരണം, ഒരു ബ്രൗൺ കളറാവുന്നിടം വരെ വഴണ്ട് വരണം. അതിനായിട്ട് ഞാൻ കുറച്ച് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ലൈറ്റ് ബ്രൗൺ ആയിട്ട് വരുന്ന സമയം തന്നെ ഒരു 5-6 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കരിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴണ്ട് ഒരു ബ്രൗൺ കളറായി, ഗോൾഡൻ ബ്രൗൺ കളറായി വരണം. സവാളയിലോട്ട് പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ട് ഇപ്പം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ആ ഗോൾഡൻ ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അന്നേരം ആ റൈസിനൊരു കളറും കൂടി വരാനായിട്ടാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബിരിയാണി റൈസാണ് കേട്ടോ. ഓൾറെഡി ഞാൻ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 1.5 ഗ്ലാസ് ബിരിയാണി റൈസ് ഞാൻ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചതാണ് ഇതിൽ ചേർക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇത് പൊന്നിയോ
റൈസിലോ മട്ട റൈസിലോ നോർമൽ വൈറ്റ് റൈസിലോ ഒക്കെ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ ഇന്ന റൈസ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എനിക്ക് ബിരിയാണി റൈസ് കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് ഞാൻ അതിൽ തന്നെ ചെയ്തു എന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ ഇതെല്ലാം ആ മസാല ചേർത്ത് കൊടുത്തില്ലേ, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തത് ഒന്നൊന്ന് അതിൻ്റെ ആ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചിട്ട് അതിലോട്ട് നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിരുന്നത് പ്രോൺസ് ആണല്ലോ, ആ പ്രോൺസ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തു. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ ഉപ്പ് ഇപ്പോൾ കുറവ് പോലെ എനിക്ക് തോന്നി ടേസ്റ്റ് ചെയ്തപ്പോൾ, അതുകൊണ്ട് ഞാനൊരു ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി റൈസ് ഉപ്പിടാതാണ് ഞാൻ ചെയ്തേക്കുന്നത്. അന്നേരം അതിൽ ഇത് മിക്സ് ചെയ്യുമ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ ആ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ബിരിയാണി റൈസ്, ബസ്മതി റൈസ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ഇതൊരു അടിപൊളി ടേസ്റ്റിലുള്ള എന്താണ് പ്രോൺസ് റൈസ് എന്ന് പറയാം, പ്രോൺസ് ബിരിയാണി എന്ന് വേണമെങ്കിൽ പറയാം. ഇതിപ്പം പ്രോൺസ് റൈസ് ആയിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. ബിരിയാണിക്ക് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഞാൻ ഇത് പ്രോൺസ് റൈസ് എന്ന് തന്നെ വിളിക്കുന്നതല്ലേ നല്ലത്. ഇനി റൈസ് ഈ മസാലയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ മസാലയിലോട്ട് ഈ റൈസ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. റൈസ് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചെന്ന് വെച്ചാൽ അതൊന്ന് തണുത്തിട്ട് ചേർക്കുമ്പോൾ ഉള്ള ഗുണം, റൈസ് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോകത്തില്ല. അല്ലെങ്കിൽ ബിരിയാണി റൈസ് അറിയാമല്ലോ, ബസ്മതി റൈസ് എളുപ്പം പൊടിഞ്ഞു പോകും ചൂടോടെ ചേർത്ത് ഇങ്ങനെ ഇളക്കുമ്പോൾ. അന്നേരം ഇതിപ്പം തണുത്ത റൈസ് ആയതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെയാണ് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു 3 minutes 4 minutes മിക്സ് ചെയ്തപ്പോഴത്തേക്ക് നന്നായിട്ട് മസാലയെല്ലാം മിക്സായി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് കൊതി വരില്ലേ, ഇത് സൂപ്പർ ടേസ്റ്റാന്ന് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. അപ്പം ബാച്ചിലേഴ്സിനും എല്ലാവർക്കും എളുപ്പം തട്ടിക്കൂട്ടാവുന്ന പ്രോൺസ് ഉണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് ചിക്കനിലും ചെയ്യാം കേട്ടോ. അത് ഞാൻ വേറൊരു ദിവസം അതിൻ്റെ റെസിപ്പി കാണിക്കുന്നതാണ്. സെയിം രീതിയിൽ തന്നെയാണ്. അന്നേരം ബാച്ചിലേഴ്സിനായാലും ഹൗസ് വൈഫ്സിനായാലും ആർക്ക് വേണമെങ്കിലും എളുപ്പം ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതിന് ഒരു കറി ആവശ്യമില്ല, വെറുതെ തന്നെ കഴിക്കാം. അല്ലെങ്കിൽ റായിത്തയോ പപ്പടോ അച്ചാറോ ഒക്കെ മസ്റ്റായിട്ട് വേണമെന്നുള്ളവർക്ക് അതും കൂടെ ചേർത്ത് കഴിക്കാവുന്നതാണ്. റൈസ് ഇപ്പം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 10 minutes ഈ ആവിയിൽ തന്നെ ഒന്ന് അടഞ്ഞിരിക്കണം. അതിന് ശേഷം വേണം സെർവ് ചെയ്യാൻ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ്സ് പറയുക. എൻ്റെ ചാനലും ഈ വീഡിയോസും ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടി ഉടനെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് ബൈ ഫ്രം സ്വപ്ന അരുൺ.